ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് ബലി പെരുന്നാൾ വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ എവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും ബലി പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇപ്പൊ ഞാനിങ്ങനെ പള്ളിയിൽ പോകാൻ വേണ്ടി നിൽക്കാണ്. അപ്പോഴാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. പള്ളി പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്റെ പെരുന്നാളിന്റെ ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പെരുന്നാളിന്റെ ഡ്രസ്സ്. ഈ ഒരു കളർ ഷർട്ടും അതുപോലെ ഈ ഒരു പാന്റുമാണ്, ബ്ലാക്ക് പാന്റുമാണ് ഞാൻ ഈ പെരുന്നാൾക്ക് ഡ്രസ്സായി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് നേരെ പള്ളി പോവാം. ഗായ്സ്, അങ്ങനെ ഞാൻ പള്ളി പോകാൻ വേണ്ടി ഇതാ പുറത്തേക്ക് പോവാണ് കേട്ടോ. പുറത്താണെങ്കിൽ നോക്കുമ്പോൾ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല, എന്നാലും മഴക്കുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇതാക്കണിപ്പോൾ നേരെ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വണ്ടിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മളെ വണ്ടി ഇന്നലെ തന്നെ സർവീസിനൊക്കെ കൊടുത്തിട്ട് ഇന്നലെ വൈകുന്നേരം ആണ് കേട്ടോ വണ്ടി കിട്ടിയത്. അപ്പോൾ സർവീസൊക്കെ ചെയ്തുകൊണ്ട് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗായ്സ്, അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ പോയി ഇപ്പോൾ ഇതാ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഉമ്മ നല്ല ചൂടുള്ള പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഗായ്സ്, അപ്പോൾ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാക്കണ ഇപ്പോൾ പായസത്തിന്റെ അടപ്പൊക്കെ തുറന്നിട്ടുണ്ട്. ഇനി ഇതാക്കണ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരെ ക്ലാസ്സിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഇതാക്കണ പായസമൊക്കെ ഇതാ ക്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണ ഇപ്പോൾ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പായസം ഇതാ ഞാൻ ടേബിൾമ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പായസം കുടിക്കണേ. അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. ഗായ്സ്, അങ്ങനെ ഞാനിങ്ങനെ പായസം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഉമ്മാന്റെ കാക്കാന്റെയും അതുപോലെ അനിയന്റെയും മക്കൾ വന്നത് കേട്ടോ. അങ്ങനെ ഇതാക്കണ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഇതാ വിളമ്പി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാക്കണ അവരിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫുഡ് ഇതാക്കണ അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പം ഇതാക്കണ അവർ പോവാണ് കേട്ടോ. അങ്ങനെ അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം വീട്ടുകാരൊക്കെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. സമയം ഉച്ച ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചക്ക് 1 മണി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമുക്കിന്ന് ഫ്രൈഡ് റൈസാണ്, അതുപോലെ ഇത് ചിക്കനാണ്, ഇത് ബീഫാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കഴിക്കാനുള്ളത് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഫ്രൈഡ് റൈസ് വെക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസും അതുപോലെ ചിക്കനുമാണ് കേട്ടോ നമുക്കിന്ന് ഫുഡായിട്ടുള്ളത്. ഫുഡ് നല്ല രസമാണ്, അടിപൊളിയായിട്ടുണ്ട്. ആദ്യമായിട്ട് വെക്കണം കേട്ടോ വീട്ടിൽ ഫ്രൈഡ് റൈസ്. അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ നേരെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഗായ്സ്, അപ്പോൾ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിതാ പുറത്തേക്ക് ഇറങ്ങിയത് അനിയനെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അനിയൻ മാത്രം ഇന്ന് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ നാളെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അനിയനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഞാൻ. ഗായ്സ്, അങ്ങനെ ഞാൻ അനിയനൊക്കെ ഉമ്മാൻ്റെ വീട്ടിൽ കൊണ്ടാക്കി ഇപ്പോൾ ഇതാ വീട്ടിലേക്ക് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് വൈകുന്നേരം, പെരുന്നാൾ ദിവസം വൈകുന്നേരം ഉമ്മാൻ്റെ വീട്ടിൽ പോവാറാണ് കേട്ടോ പതിവ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാനൊന്ന് ചേഞ്ച് ആക്കി. ഒന്നില്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാക്കിട്ടോ. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. കാരണം ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. വൈകുന്നേരം 5 മണിയാണല്ലോ. 5 മണിക്ക് ശേഷം നല്ലൊരു ക്ലൈമറ്റ് ആണല്ലോ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് വേണം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. ഗായ്സ്, അപ്പോൾ ഞാൻ ഇവിടുന്ന് 2 ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് കരുതിയിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ലൈറ്റ് ഇല്ല കേട്ടോ. ലൈറ്റ് വളരെ കുറവാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടില്ല, ലൈറ്റ് ഇല്ല. ഇതാകണേ ഈ ഭാഗത്തേക്കാണ് കേട്ടോ ഇപ്പോൾ സൂര്യനുള്ളത്. ഈ ഭാഗത്തേക്കാണ് സൂര്യൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ
ഫോട്ടോ തീരെ ക്ലിയർ ഇല്ല. 2 ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് കരുതിയിരുന്നു. രാവിലെ എടുത്താൽ മതിയായിരുന്നു. പക്ഷേ രാവിലെ കരുതി വൈകിട്ട് എടുക്കാമെന്ന് കരുതി. പക്ഷേ വൈകിട്ട് നോക്കുമ്പോൾ ലൈറ്റ് ഇല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫോട്ടോ എടുക്കലും അങ്ങ് ഫ്ലോപ്പായിട്ടോ. ഗായ്സ്, അങ്ങനെ ഇപ്പൊ സമയം 9 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം ഞങ്ങൾ നല്ല സംസാരത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാക്കണ് ഉച്ചക്കത്തെ തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഫുഡൊക്കെ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാക്കണ് ഞാനിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വീട്ടുകാരൊക്കെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വീട്ടുകാർ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടുകാർ ഒരു 8 മണിയായപ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ 9 മണിക്ക് നീട്ടി വെച്ചാണ് കേട്ടോ. ഗായ്സ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.